ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡും പഴവും ഒക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന 5 മിനിറ്റിനകത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 പഴം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴം പോലത്തെ പഴമാണ്. അപ്പോൾ നമുക്കിത് ഏത് പഴം വെച്ച് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്, ഇത്രയും വലുപ്പത്തിൽ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒന്ന് നെയ്യിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂണോളം ഉള്ള നെയ്യ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നെയ്യ് ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് കശുവണ്ടിയാണ്. കശുവണ്ടി ഞാനിവിടെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. എങ്കിലാണ് നമുക്ക് ആ ബ്രെഡിൻ്റെ ഉള്ളിലുള്ള ഫില്ലിങ്ങിൽ എല്ലായിടത്തും ഈ ഒരു കശുവണ്ടിയുടെ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടാണ് മുറിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന 2 പഴം ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ പഴം ഈ ഒരു പരുവത്തിനാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഉടഞ്ഞിട്ട് വേണം നമുക്കിത് ഈ ഒരു ഫില്ലിങ് ഉടഞ്ഞിട്ടാണ് നമ്മൾ ചേർക്കുന്നത് ബ്രെഡിനകത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിക്ക് തന്നെ ഇതൊന്ന് ഉടച്ചെടുക്കണം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്ത് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റിവെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതുപോലെ ഏത് ഡ്രൈ ഫ്രൂട്ട്സും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതായത് ഉണക്കമുന്തിരിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ കശുവണ്ടി വറുത്തൊരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ഞാനിന്ന് ആ ഒരു കശുവണ്ടിയും ഈ പഴം മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു ബേസ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 4 കഷ്ണം ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ക്രസ്റ്റ് എല്ലാം നമുക്കൊന്ന് മുറിച്ച് മാറ്റണം. അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് മാറ്റുന്നുണ്ട്. ക്രസ്റ്റൊക്കെ ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഈ ക്രസ്റ്റ് നിങ്ങൾ കളയാൻ നിൽക്കരുത്. നമുക്കിത് വെച്ചിട്ട് നല്ല സൂപ്പറായിട്ടുള്ള ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എന്നോട് കുറേ പേർ അതിൻ്റെ ഒരു വീഡിയോ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അധികം വൈകാതെ ഈ ഒരു ബ്രെഡ് ക്രസ്റ്റ് കൊണ്ടിട്ട് എങ്ങനെയാണ് ക്രംസ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ബ്രെഡ് ഞാൻ ഓരോ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഓരോ ബ്രെഡ് എടുക്കുക. എന്നിട്ട് ഇതുപോലത്തെ നമ്മൾ ചപ്പാത്തി പരത്തുന്ന റോളറാണിത്. അപ്പോൾ ഈ റോളർ പിന്ന് വെച്ചിട്ട് നമുക്കിതൊന്ന് കനം കുറച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ഈസി ആയിട്ട് ഇതൊന്ന് ചുരുട്ടി ഫില്ലിങ് വെച്ച് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനാണ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ന്യൂട്ടല്ല എന്നൊക്കെ പറയുന്ന ആ ഒരു സംഭവം ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ചേർത്തുന്ന ഒരു സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു ചോക്ലേറ്റ് സ്പ്രെഡിൻ്റെ ഒരു ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാനിതിപ്പോൾ ചേർത്തത്. നിങ്ങളിപ്പോൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ജ്യൂസിയും അതുപോലെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവറും പഴത്തിൻ്റെ ഫ്ലേവറൊക്കെ കൂടെ വരുമ്പോൾ നല്ലൊരു സ്വാദാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബനാനയുടെ ഫില്ലിങ്ങും കൂടെ ഒന്ന് നിറച്ച് കൊടുക്കുന്നുണ്ട്. ഒത്തിരി ഒന്നും വെക്കണ്ട. 1-2 ടീസ്പൂൺ നമുക്കിതാ ഈ ഒരു ബ്രെഡിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ചുരുട്ടി എടുക്കാം. അതിനുശേഷം നമുക്കിതാ ഇതേപോലെ ഒന്ന് അത് ഒട്ടി തന്നെ ഇരുന്നോളൂ കേട്ടോ. അതിനകത്തുള്ള ആ ഒരു നമ്മൾ ചോക്ലേറ്റ് സ്പ്രെഡ് ചെയ്തതുകൊണ്ട് അതിനകത്ത് തന്നെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ച് നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അതിൻ്റെ അത് ഒട്ടി ഇരുന്നോളും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ അല്പം വെള്ളം എടുത്ത് ഇതുപോലെ കുറച്ചൊന്ന് അമർത്തി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് പരത്തെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ ഞാൻ 4 എണ്ണം എന്നുള്ളത് 7 എണ്ണം ആക്കിയിട്ട് എടുത്ത് വന്നിട്ടുണ്ട്. കാരണം കുറച്ച് പഴമൊക്കെ എക്സ്ട്രാ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു 3 എണ്ണം ബ്രെഡും കൂടെ എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് മുക്കി പൊരിക്കാനുള്ള ഒരു ബാറ്റർ റെഡിയാക്കണം. അതിനായിട്ടൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പാലാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതിന് മുന്നേ ഈ മുട്ടയും നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് അത് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ കട്ട പോലെ കിടക്കും. അപ്പോൾ നമ്മൾ ഈ ബ്രെഡ് ഇതിനകത്ത്
മുക്കി കഴിയുമ്പോഴത്തേക്കും അതൊരു കറക്റ്റായിട്ട് കിട്ടത്തില്ല. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നന്നായിട്ട് തന്നെ മുട്ട അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള പാല് തിളപ്പിച്ച് ചൂടാറിയിട്ടുള്ള പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ മുക്കി പൊരിക്കാൻ പോകുന്ന ഈ ഒരു ബാറ്റർ കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ബ്രെഡ് ഇതിനകത്തൊന്ന് മുക്കിയെടുക്കുക, നമുക്ക് എന്നിട്ട് പൊരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ ചെയ്യാം. നമുക്ക് ആ മുക്കി പൊരിച്ച് കഴിഞ്ഞ് പിന്നെ അല്പം ബ്രെഡ് ക്രംസിലും കൂടെ ഒന്ന് പരട്ടിയെടുത്ത് കഴിഞ്ഞെന്നാൽ എന്നിട്ട് വറുത്ത് കഴിഞ്ഞെന്നാൽ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിന്ന് അങ്ങനെ ചെയ്യുന്നില്ല, ജസ്റ്റ് ആ മുട്ടയിലൊന്ന് മുക്കിയെടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ബട്ടറാണ് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യാണെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഈ ഒരു ബട്ടറൊക്കെ ചൂടായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഇതേപോലെ നമ്മൾ ആ ഒരു ബ്രെഡ് ഈ ഒരു മുട്ടയുടെ ഇതിനകത്തോട്ട് മുക്കി നമുക്കിതൊന്ന് നമ്മൾ ഫ്രഞ്ച് ടോസ്റ്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അതിനുവേണ്ടി ഒത്തിരി എണ്ണയൊന്നും വേണ്ട, ഈ പറഞ്ഞ പോലെ 1 ടേബിൾ സ്പൂണോളൊക്കെ ധാരാളമാണ്. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ നിറക്ക് ഇതുപോലെ ഒരു ഗോൾഡൻ കളറായിട്ട് വരും, നല്ലൊരു കളറായിട്ട് വരും. അപ്പോൾ പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2 സ്പൂൺ എടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, എങ്കിലാണ് ആ 4 സൈഡും നമുക്ക് ഈ ഒരു കളറിലോട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിനകത്തോട്ടൊന്ന് മാറ്റി വയ്ക്കാം. കണ്ടില്ലേ, കളറൊക്കെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും മറ്റുള്ളതും കൂടെ ഇതുപോലെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ എല്ലാം പൊരിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റണം. നമുക്ക് ഇങ്ങനെ തന്നെ ഇത് കഴിക്കാം. ഞാൻ പറഞ്ഞ പോലെ നല്ല സ്വാദാണ് ഇങ്ങനെ തന്നെ കഴിക്കാനായിട്ട്. പക്ഷെ ഞാനിന്ന് വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനത് എന്താണെന്ന് കാണിക്കാം. ഞാനിന്ന് ഇതിൻ്റെ മേലൊരു കുറച്ചൊരു മധുരം എക്സ്ട്രാ കൂട്ടാൻ വേണ്ടിയിട്ട്, പിന്നെ അതുമല്ല കാണാനും നല്ല ഭംഗിയാണ്, ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ ചേർക്കുന്നുണ്ട്. അതിനായിട്ട് ഒരു കുഞ്ഞ് ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള പഞ്ചസാര, തരിയോട് കൂടിയുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാൻ അല്പം സിനമൺ പൗഡർ, അതായത് പട്ട പൊടിച്ചത്, അത് 1-2 നുള്ള് അത്രയും ചേർത്താൽ മതിയാവും. അതും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഒരു പൊടി നമ്മൾ ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെർവ് ചെയ്യുന്നത് അന്നേരം അതിൻ്റെ മേലെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്. നമുക്ക് ഇതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആ ഒരു ബ്രെഡിൻ്റെ ഒരു ബൈറ്റിൽ ഇതുപോലത്തെ ഒരു പട്ടയുടെ ഒരു ടേസ്റ്റ് വരുമ്പോൾ നമ്മൾ കൂടുതലൊരു ടേസ്റ്റ്, ഒരു ഫ്ലേവറാണ് ഇതിന് കിട്ടുന്നത്. അതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ, നല്ല ജ്യൂസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ഈ ഒരു കൊച്ചു സ്നാക്കാണ്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.